പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ഉണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, മകരജ്യോതി ദർശനത്തിനായി സുരക്ഷ പൂർണ്ണമായും ഉറപ്പിക്കാനായിട്ടുള്ള ഒരുക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. നമ്മളിപ്പോൾ പേട്ടതുള്ളിലെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സന്നിധാനത്തും ഒപ്പം നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെയുള്ള വഴിയിലും എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്? ശബരിമലയിൽ മകരജ്യോതി ദർശനത്തിന് കുറി വൻ സുരക്ഷയാണ് പോലീസും ഒപ്പം തന്നെ ദേവസ്വം ബോർഡും ഒരുക്കിയിരിക്കുന്നത്. ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് പോലീസ് എല്ലാ ദിവസങ്ങളിലും വലിയ സുരക്ഷ തന്നെ ഒരുക്കിയിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി തുടർച്ച എന്നോണമാണ് അധിക പോലീസിനെ ഇപ്പോൾ വിന്യസിക്കാൻ പോകുന്നത്. സന്നിധാനത്ത് മാത്രം 1800 പോലീസുകാരായിരിക്കും മകരജ്യോതി ദർശന ദിനത്തിൽ സുരക്ഷയ്ക്കായി ഉണ്ടാവുക. ഒപ്പം തന്നെ നിലയ്ക്കലിൽ 700 പോലീസുകാരെ അധികമായി നിയമിക്കും. കോട്ടയത്ത് 650-ഉം ഇടുക്കിയിൽ 1050 വീതം പോലീസിനെ അധികമായി നിയോഗിച്ചിട്ടുണ്ട്. സന്നിധാനത്ത് ADGP ശ്രീജിത്ത് ആയിരിക്കും സുരക്ഷയ്ക്ക് മേൽനോട്ടം വഹിക്കുക. ഒപ്പം തന്നെ പമ്പയിൽ റേഞ്ച് IG ശ്യാം സുന്ദർ നേതൃത്വം നൽകും. നിലയ്ക്കലിൽ IG അജിത ബീഗമായിരിക്കും സുരക്ഷയ്ക്ക് നേതൃത്വം നൽകുക. നിലവിൽ 1 ലക്ഷത്തോളം ആളുകൾ വന്നാലും അവിടെ മതിയായിട്ടുള്ള സുരക്ഷ ഒരുക്കാൻ സൗകര്യമുണ്ടെന്ന് ഷേഖ് ദർവേഷ് സാഹിബ് DGP വ്യക്തമാക്കിയിട്ടുണ്ട്. എത്ര ആളുകൾ വന്നാലും സുരക്ഷ ഒരുക്കാൻ സജ്ജമാണ് എന്നാണ് പോലീസ് നേതൃത്വം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അനധികൃത വ്യൂ പോയിന്റ് ഒഴിവാക്കാൻ പ്രത്യേക നടപടി എടുക്കുമെന്നും പോലീസ് മേധാവികൾ അറിയിക്കുന്നുണ്ട്. കാരണം ഈ മകരജ്യോതി ദർശനത്തിനായി സാധാരണ 1 ലക്ഷത്തിലധികം ആളുകൾ വരുമ്പോൾ പലയിടങ്ങളിലും അനധികൃതമായി വനത്തോട് ചേർന്നുകൊണ്ട് ഈ മകരജ്യോതി ദർശനത്തിന് ഭക്തർ കൂടാറുണ്ട്. ഇപ്രാവശ്യം ഏതായാലും അങ്ങനെ അനുവദിക്കില്ല എന്നാണ് പോലീസ് കൃത്യമായും വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ മുക്കിഴിയിൽ വന്ന് പമ്പ വഴിയല്ലാതെ ആളുകൾ വരുന്നത് ഇപ്പോൾ തടയുന്നുണ്ട്. ഒപ്പം ഈ പമ്പ ഗണപതിയെ ദർശിക്കാതെ കയറി വരുന്നൊരു സാഹചര്യം കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഉണ്ടായിരുന്നു. അതായത് മകരജ്യോതി ദർശനത്തിനായി പമ്പ ഒഴിവാക്കി പൂർണ്ണമായും വിവരങ്ങൾ നൽകിയത്.